CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് എന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. The main purpose of a shaft is to transmit its power to another member. Let a rotating shaft transmitting power from one of its end to another be considered. Let n be the revolutions per minute (rpm), t be the average torque, and omega be the angular speed of the shaft. That means ഒരു മെമ്പറിൽ നിന്നും മറ്റൊരു മെമ്പറിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഒരു ഷാഫ്റ്റിൻ്റെ മെയിൻ പർപ്പസ്. അതുപോലെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് അതിൻ്റെ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പം n എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് RPM. ടി ബി ദ ആവറേജ് ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയും. ഇപ്പം ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ബെയറിങ്ങിൻ്റെ റൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ്. സോ ഇങ്ങനെ ഷാഫ്റ്റ് ക്ലോക്ക് വൈസിലും ബെയറിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു ട്വിസ്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ട്വിസ്റ്റിനാണ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഒമേഗ ബി ദ ആംഗുലർ സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ്. ആൻഡ് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Power transmitted by a shaft with a mean torque of T and n rotations per minute at an angular speed of omega is mean torque Tയിലും angular speed ഒമേഗയിലും ഒരു ഷാഫ്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൻ്റെ ഇക്വേഷൻ P is equals to T omega എന്നാണ്. T ടോർക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഒമേഗ ആംഗുലർ സ്പീഡ് ഒരു ആംഗുലർ വെലോസിറ്റി അത് റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. എന്നാൽ സ്പീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഇൻ RPM റെവല്യൂഷൻസ് പെർ മിനിറ്റ്. നമ്മുടെ കയ്യിൽ ഒമേഗയുടെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ നേരത്തെ ഓൾറെഡി ഉണ്ട്. 2πn/60. 2π എന്ന് വെച്ചാൽ ഒരു ഫുൾ റൊട്ടേഷനാണ്. അങ്ങനെ n നമ്പർ ഓഫ് റൊട്ടേഷൻസ് വരുന്നതുകൊണ്ട് 2πn എന്ന് വരും. പിന്നെ പെർ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. സോ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. P is equals to T ഒമേഗയിലോട്ട് ഇപ്പോൾ കിട്ടിയ ഒമേഗയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P is equals to 2πnt/60 വാട്ട്സ് എന്ന് കിട്ടും. അതാണ് പവറിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ 1 കിലോവാട്ട് ഇസ് ഇക്വൽസ് ടു 10⁻³ വാട്ടാണ്. 1 മെഗാവാട്ട് ഇസ് ഇക്വൽസ് ടു 10�6 വാട്ടാണ്. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ടു ട്രാൻസ്മിറ്റ് 75 kN പവർ at 200 RPM if shear stress is not to exceed 50 MPa. find the diameter of the shaft. ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ്. നമ്മുടെ കയ്യിലൊരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്. അത് 200 RPM 75 kN പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. RPM സ്പീഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഗിവൺ ഡേറ്റ സെറ്റ് എഴുതാം. P is equals to 75 kN പവർ തന്നിട്ടുണ്ട്. 75 kW തന്നിട്ടുണ്ട്. is equals to 75 kW വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 75 × 10⁻³ വാട്ട്. ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് 50 MPa is equals to 50 Nm/mm². സ്പീഡ് തന്നിട്ടുണ്ട് n is equals to 200 RPM. മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നിട്ടുണ്ട് G is equals to 100 GPa is equals to 1 × 10⁵ Nm/mm². ബേസിക്കലി ഇവിടെ റിജിഡിറ്റിയുടെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എഴുതാം. P is equals to 2πnt/60. പവറിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പവറിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, പിയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, പൈയുടെ വാല്യൂ ഉണ്ട്, എന്നിൻ്റെ വാല്യൂ ഉണ്ട്, ടിയുടെ വാല്യൂ മാത്രമാണ് നമ്മുടെ കയ്യിലില്ലാത്തത്. സോ ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം പവറിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് 75 × 10⁻³ is equals to പവറിൻ്റെ വാല്യൂ ആണ് 75 × 10⁻³ is equals to 2π × എന്നിൻ്റെ വാല്യൂ 200 തന്നിട്ടുണ്ട്. n × t/200 × t/60. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുമ്പോൾ T is equals to 3581 Nm എന്ന് കിട്ടും. ടോർക്ക് എപ്പോഴും നമുക്ക് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്കെല്ലാം ചോദിക്കുന്നത് Nm/mm² മില്ലിമീറ്ററിലും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 3581 × 10⁻³ Nm എന്ന് എഴുതാം. ഇവിടെ ടോർക്കെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ സ്ട്രെങ്ത് ക്രൈറ്റീരിയ ഓർ സ്ട്രെങ്ത് മോഡുലസ് അങ്ങനെ പറഞ്ഞ ഒരു ഇക്വേഷനുണ്ട്. T is equals to πd³/16 × τ എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്. T എന്ന് വെച്ചാൽ ടോർക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. D ഡയമീറ്റർ ആണ്. τ എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഡിയുടെ വാല്യൂ വെച്ച് ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ടിയുടെ വാല്യൂ 3581 × 10⁻³ is equals to π × d³/16 × ടോയുടെ വാല്യൂ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് 50. ഇത് സോൾവ് ചെയ്യുമ്പം d³ എന്ന് പറയുന്നത് 364757
0.66 mm³ എന്ന് കിട്ടും. ഡി ക്യൂബാണ് ഈ കിട്ടിയത്. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. സോ 71.45 mm എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എ 50 mm diameter shaft at 150 rpm if maximum permissible shear stress is 80 Newton/mm². ഗിവൺ ഡേറ്റാസ് നമ്മൾ ഇവിടെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ 50 mm ഡയമീറ്റർ ഷാഫ്റ്റ് 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മാക്സിമം പവറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കൊരു ഗിവൺ ഡേറ്റാസ് എഴുതാം. D = 50 mm തന്നിട്ടുണ്ട്. N = 150 rpm അതും തന്നിട്ടുണ്ട്. മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. 80 Newton/mm² അതും തന്നിട്ടുണ്ട്. സോ സിൻസ് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് ഇസ് ഗിവൺ ബൈ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പവറിൻ്റെ ഇക്വേഷൻ എഴുതണം. P = 2πNB/60 അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കണം. നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷനകത്ത് ആകെ ഇല്ലാത്ത രണ്ട് വാല്യൂസ്, ഒന്ന് പിയുടെ വാല്യൂ ഇല്ല, ടിയുടെ വാല്യൂ ഇല്ല. സോ നമ്മൾ ആദ്യം ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രെങ്ത് ക്രൈറ്റീരിയ വെച്ചിട്ട് T/J = Fs/R എന്നൊരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് വേണം ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. ആ ഇക്വേഷൻ എന്താ ഇവിടെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഡയമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷനകത്ത് റേഡിയസ് കിട്ടും. പിന്നെ ഷിയർ സ്ട്രെസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷനകത്ത് Fs കിട്ടും. Fs ഷിയർ സ്ട്രെസ് ആണ്. അതുപോലെ തന്നെ ജെയുടെ വാല്യൂ എന്ന് വെച്ചാൽ π/32 d⁴ ആണ്. സോ നമുക്ക് ടി കണ്ടുപിടിക്കാം. T/Jയുടെ വാല്യൂ π/32 d⁴ ആണ്. ഡിക്ക് പകരം 50 ആണ്. 50⁴ = ഷിയർ സ്ട്രെസ് 80 ആണ് തന്നിട്ടുണ്ട്. 80 റേഡിയസ് എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ പകുതി 50/2. അതൊന്ന് ടി കണ്ടുപിടിക്കുമ്പോൾ സോൾവ് ചെയ്ത് ടി കണ്ടുപിടിക്കുമ്പോൾ T = π/60 50³ × 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് T = 1.963 × 10⁶ Nm എന്ന് കിട്ടും. അതങ്ങനെ തന്നെ എഴുതാം. അല്ലെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി T = 1.963 × 10⁻³ Nm എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത വാല്യൂസ് രണ്ടെണ്ണം പിയും ടിയും ആയിരുന്നു. നമുക്ക് ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ടോർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P = 2πNT/60 എന്നല്ലായിരുന്നു പവറിൻ്റെ ഇക്വേഷൻ. 2π എഴുതി. എന്നിൻ്റെ വാല്യൂ 150 തന്നിട്ടുണ്ട്. ടിയുടെ വാല്യൂ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് 1.963 × 10⁻³ അങ്ങനെ ചെയ്യുമ്പം P = 30.84 × 10⁻³ വാട്ട് എന്ന് കിട്ടും. താങ്ക് യു.